കരമുയർത്തി കർത്താവിനോട് സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. അനുഗ്രഹീതമായ നല്ല പകലിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ ഉത്സവത്തിലെ രാവിലെ സമയം വളരെ പരിമിതമായ സൗകര്യത്തിൽ വളരെ ചുരുക്കം ആളുകളുമായി ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവമക്കൾ പലരും കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിൽ ആയിരിക്കുന്നു. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകലിൽ അവരെ ബലപ്പെടുത്തട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ബലത്തോടെ നിർത്തേണ്ടതിനു വേണ്ടി ശാരീരിക മാനസിക തലങ്ങളിൽ ദൈവം അവർക്ക് ബലം നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ജോലിയുള്ള ബന്ധത്തിൽ നമ്മുടെ സഹോദരങ്ങൾ വിവിധ രാജ്യങ്ങളിലായി ഇരിക്കുന്നു. അവരെയൊക്കെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഭാരമോ പ്രയാസമോ ജീവിതത്തിൽ ഉണ്ടാകാതെ കർത്താവ് തൻ്റെ ഉള്ളങ്കരത്തിൽ അവരെല്ലാവരെയും വഹിക്കേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഈ പകലിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ തുടർന്ന നിമിഷങ്ങൾ നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട് പോകുന്ന സന്ദർഭമാണ്. അനുഗ്രഹീതമായൊരു സങ്കീർത്തനം ഇന്ന് പകലിൽ ദൈവം നമുക്ക് നൽകി. 48-ാം സങ്കീർത്തനമാണ് ഇന്ന് പകലിൽ നമ്മുടെ ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ നൽകിയ ഒരു സങ്കീർത്തനമാണ് 48-ാമത്തെ സങ്കീർത്തനം. ഇത് പകലിൽ പരിശുദ്ധാത്മാവാണ് സംസാരിക്കേണ്ടത്. മാനുഷികമായൊരു ശബ്ദം കേട്ട് ഇന്ന് പകലിൽ നമ്മൾ മടങ്ങിപ്പോകുവാൻ ഇടയാകരുത്. കാരണം മാനുഷികമായ ശബ്ദങ്ങളെല്ലാം നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്നതായ ശബ്ദങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് ധൈര്യം നൽകുന്നതാണ്, നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. സ്തോത്രം. ആ ദൈവ ശബ്ദത്തിലൂടെ ജീവൻ വ്യാപരിക്കുവാനിടയായിട്ട് തീരും. ശക്തി അതിനകത്ത് വ്യാപരിക്കുവാനിടയായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇന്ന് പകലിൽ അന്ന് എന്നോട് ഒരു വാക്കെങ്കിലും സംസാരിക്കണമേ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ഇടയായിരിക്കുകയും. വളരെ വേഗത്തിൽ വായിച്ച സങ്കീർത്തന ഭാഗത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശനമായി നൽകിയ ഒരു വാക്യം വായിച്ച് ഒന്നിരുടെ ആത്മീയ ചിന്തകൾ വളരെ വേഗത്തിൽ പാർപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 48-ാം സങ്കീർത്തനം അതിലെ 14-ാമത്തെ വാക്യം, അവസാന വാക്യം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും.
അനുഗ്രഹീതമായ ഈ വാക്യത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. വളരെ പരിചിതമായ സങ്കീർത്തനമാണ് 48-ാമത്തെ സങ്കീർത്തനം. പ്രത്യേകിച്ച് നമ്മൾ വായിച്ച 14-ാമത്തെ വാക്യം എന്ന് പറയുന്നത് വളരെ പരിചിതമായ വാക്യമാണ്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമുക്കറിയാം 48-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് എഴുന്നേറ്റ വ്യക്തികളിൽ ഒരാളായിരുന്നു കോരഹ്. സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ നടുവിലേക്ക് കടന്നു വന്നപ്പോൾ സ്തോത്രം ഭൂമി അവരെ വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്നാൽ ഈ ഭയാനകമായ കാഴ്ച കണ്ടുകൊണ്ട് കോരഹിന്റെ പുത്രന്മാര് സ്തോത്രം ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ച് സ്തോത്രം അവര് രക്ഷ പ്രാപിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പിൽക്കാലത്ത് ഈ കോരഹിന്റെ പുത്രന്മാര് ദൈവത്തിന്റെ ആലയത്തിലെ സംഗീത ശുശ്രൂഷയ്ക്ക് ചുമതല വഹിക്കുന്ന ആളുകളായിട്ട് അവർ മാറ്റപ്പെട്ടു. അവർ പാടിയ ഒട്ടനവധി സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് 48-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് ആ സങ്കീർത്തനത്തിന് ഉടനീളം സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വായിച്ച ആ വാക്യത്തിൽ നിന്ന് 1-2 ചിന്ത ഓർപ്പിച്ച് വളരെ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒട്ടനവധി കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുവാനുണ്ടെങ്കിലും ഞാൻ വായിച്ച വാക്യത്തിൽ നിൽക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. പുത്രന്മാർ പറയുകയാണ്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സ്തോത്രം. അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ആഴമായ ഒരു അറിവ് കോരഹപുത്രന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ആ അറിവിന്റെ പശ്ചാത്തലത്തിൽ, ആ അറിവിന്റെ വെളിച്ചത്തിൽ അവർ പറയുകയാണ്, ഈ ദൈവം ആരാണ്? എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകലിൽ ദൈവത്തെ ആരാധിക്കുവാനായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളായ നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അവനെ ആരാധിക്കുന്നതെങ്കിൽ അവനെ അറിഞ്ഞാരാധിക്കുവാനാകണം. ഹല്ലേലൂയ. ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, അവൻ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തെ അടുത്തറിഞ്ഞവന് മാത്രമേ അവൻ പ്രതിസന്ധികളിൽ അവനെ ആരാധിക്കുവാനായി കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അവൻ ഇന്ന് പകലമേ അടുത്ത് നാം അറിയുവാനിടയാകണം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോൾ ഉറച്ചു നിൽക്കണമെങ്കിൽ സ്തോത്രം ദൈവത്തെ കുറിച്ചുള്ള ഒരാഴമായ അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ച് എടുക്കുവാൻ ഇടയായിട്ട് നിൽക്കണം. അപ്പോൾ ഇന്ന് പകൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാല്, സ്തോത്രം, കാലാകാലങ്ങളിലായി
നാം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ്. സ്തോത്രം. വർഷങ്ങളായി കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ആത്മാവിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. എന്നാൽ അതിനേക്കാൾ ഉപരി നാം ദൈവത്തെ എന്ത് ചെയ്യണം? ആഴമായിട്ട് അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലേഖനത്തില് പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അവനെ അറിയേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അവനിൽ ഇരിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് അവന്റെ നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം എന്ത് ചെയ്യുന്നു? ചാവറന്ന് ഞാൻ എണ്ണുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ പൗലോസിന്റെ സുപ്രധാനമായ ഒരാഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ എന്ത് ചെയ്യണം? അറിയണം. ലോകപ്രകാരം വലിയ അറിവുള്ള ആ മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആ വാഗ്മി അദ്ദേഹം പറയുകയാണ്, സ്തോത്രം, എനിക്ക് എന്താണ് അറിയേണ്ടത്? എന്റെ ദൈവത്തെ എനിക്കറിയണം. സ്തോത്രം. യേശു ക്രിസ്തുവിനെ എനിക്ക് എന്ത് ചെയ്യണം? അറിയണം എന്നാണ് ആ കാലം ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ മാറേണ്ടിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എനിക്ക് എന്ത് ചെയ്യണം? അങ്ങേ അറിയണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങയെ കുറിച്ചുള്ള ആഴമായ ഒരു അറിവ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകണം എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ട് തീരണം. ഇത് പകലില് സ്തോത്രം, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഈ ദൈവത്തെ കുറിച്ച് ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തെ നമ്മൾ അറിയണം. ഈ ദൈവം എന്ന് പറയുമ്പോൾ ഈ ദൈവം ആരാണ് എന്നുള്ളത് ഇന്ന് പകലിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ സ്തോത്രം ഒന്ന് വായിച്ച് നമ്മൾ ഒരുമിച്ച് ആ കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. കാരണം ഞാൻ ആരാണ്? ഞാൻ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിനോട് പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ മാറാത്ത ദൈവമാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുന്നത്? നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത്. എത്ര പേർക്ക് എന്റെ പകൽക്കാല ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം പറയുവാനായിട്ട് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഇന്ന് പകലിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുമ്പോൾ ദൈവമക്കളെ ദൂതനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുവാനായിട്ട്, ദൈവത്തിന് മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീരണം. അവൻ നാം ഇന്നും മുടിഞ്ഞു പോകാതെ നിൽക്കുന്നത്, അവന്റെ ഭാവന ഇന്നും തകർന്നു പോകാതെ നിൽക്കുന്നത്, തകർന്നു പോകാതെ നിൽക്കുന്നത്, അവൻ ദൈവമായിരുന്നു. നമുക്ക് അവൻ മാറാത്ത ദൈവമായിരുന്നത് കൊണ്ട് അവൻ ഇന്ന് ധൈര്യത്തോടെ ദൈവത്തിന് പറയാൻ കഴിയും. എന്റെ കുടുംബം മുടിഞ്ഞു പോകാതെ നിന്നത്, അവന്റെ തലമുറ തകർന്നു പോകാതെ നിന്നത്, അവന്റെ ദൈവം മാറാത്ത ദൈവമായിരുന്നു. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. മാറത്തില്ലെന്ന് നമ്മൾ കരുതിയ പലരും എന്ത് ചെയ്തു? പലരും മാറിയത് മരണം കൊണ്ടാണ്. മരണം കൊണ്ട് പലരും എന്ത് ചെയ്തു? മാറി അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ സ്നേഹിച്ചവർ, എന്നും നമുക്ക് സഹായമായി നമ്മളോട് കൂടെ നിൽക്കുമെന്ന് കരുതിയവർ, സ്തോത്രം, ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തു? മരണം വഴിയായി, മരണമെന്ന വാതിലിലൂടെ അവരെന്ത് ചെയ്തു? മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പോൾ ഇന്ന് പകലിൽ ദൈവമക്കളായ നമ്മൾ മനസ്സിലാക്കണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ സുസ്ഥിരമായി നിലനിൽക്കുന്നത് ഒന്നും ഇവിടെ ഇല്ല. എല്ലാ ബന്ധങ്ങളും എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്, മാറിപ്പോകും. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഒക്കെ പ്രൈസ് ദി ലോർഡ് പലരും മാറിപ്പോകുമ്പോൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ എന്ത് ചെയ്യുന്നവനല്ല, അവൻ മാറാത്ത ദൈവമാണ്. ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. ഹല്ലേലൂയ. അനന്യൻ എന്ന വാക്കിന്റെ അർത്ഥം മാറ്റമില്ലാത്തവനെന്ന, വ്യതിയാനം വരാത്തവനെന്ന. അങ്ങനെയാണെങ്കിൽ പകലില് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഇന്നലകളിൽ മാറാത്തവനായിരുന്നു എങ്കിൽ നമ്മുടെ ഇന്നങ്ങളിൽ അവൻ മാറാത്തവനാണ്. നമ്മുടെ നാളുകളിൽ നമ്മുടെ നാളുകളിൽ നീകളിൽ മാറുന്ന ദൈവമല്ല, മാറാത്ത ദൈവമൻ നമ്മളോട് കൂടെയിരിക്കും. അതുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും. നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നവനല്ല, മാറുന്ന ദൈവമല്ല, അവൻ മാറാത്ത ദൈവമാണ്. അവൻ എപ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തില് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യെശയ്യാ പ്രവചനം ഉണ്ടോ? എപ്പോഴാ കൂടെ ഇരിക്കുന്നത്? നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോവുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നീ തീയിൽ കൂടെ കടന്നു പോകണം, നീ വെള്ളത്തിൽ കൂടെ കടക്കണം, നീ നദികളിൽ കൂടെ കടക്കേണ്ടി വരും. എന്നാൽ നദി നിന്റെ മീതെ ചെയ്യുകയില്ല, കവിയുകയില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മൂക്കാൻ കഴിയുകയില്ല, അഗ്നിജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയുകയില്ല. എന്താ കാരണം? അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് തീക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയില്ല, നദികൾക്ക് നിന്നെ കവിയുവാൻ കഴിയുകയില്ല, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുത്തിക്കളയുവാൻ കഴിയുകയില്ല. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. തീയുടെ അയൽവകൾ, വെള്ളത്തിന്റെ അയൽവകൾ നിന്നെ കവിഞ്ഞു വന്നപ്പോൾ കഴിഞ്ഞ നാളിൽ നിന്നെ കൈപിടിച്ച് നടത്തിയ ദൈവം പെരുവെള്ളങ്ങളുടെ അടിയിൽ അതിനെ മുത്തിക്കളയാണ് ദൈവത്തെ നടത്തിയത്. വാർത്തയുടെ ദൈവമക്കൾ ഇന്ന് പതിനാറ് ദൈവത്തിന് സ്തോത്രമുണ്ട്. Praise the Lord. സ്തോത്രം. ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ അവര് ചെങ്കടലിന്റെ തീരത്ത് എത്തി. മുൻപോട്ട് നോക്കിയപ്പോൾ മുൻപിൽ എന്താ? ചെങ്കടൽ. പുറകിൽ ഫറവോനും സൈന്യവും. സ്തോത്രം. ഫറവോനും സൈന്യവും വരുമ്പോൾ അവർ പറയുന്നത്, ഫറവോന്റെ സൈന്യം പറയുന്നത്, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും എന്ന് പറഞ്ഞ ആര് വരുന്നത്? ഫറവോനും സൈന്യവും വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മുമ്പിൽ ആർത്തലിക്കുന്ന ചെങ്കടല്. ഹല്ലേലൂയ. സ്തോത്രം. രക്ഷപ്പെടാൻ കഴിയാതെ പ്രൈസ് ദി ലോർഡ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് ഇസ്രായേൽ ജനം. ഹല്ലേലൂയ. സ്തോത്രം. അവര് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ മോശ ദൈവസന്നിധിയിൽ നെടുപാട് വീണ് അവൻ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. മോശയോട് ദൈവം പറഞ്ഞു, നീ നിലവിളിക്കുന്നത് എന്തിനാ? ഹല്ലേലൂയ. ജനത്തോട് പറ,
മുൻപോട്ട് പോകാൻ പറയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. നീ അവനെ വടി ചെങ്കടലിന്റെ നേരെ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടല് രണ്ടായിട്ട് തിരിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ മനസ്സിലാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ ഇസ്രായേലിൽ പാർത്തിരുന്ന ഇസ്രായേലിയുടെ തലമുറയെ ഹല്ലേലൂയ തകർത്ത് കളഞ്ഞിട്ട് ആ ഒരു ജാതി രക്ഷപ്പെടരുതെന്ന് കരുതി ആ ഒരു ജാതി വളരരുതെന്ന് കരുതി തകർത്ത് കളയുവാൻ ഉന്നത ശത്രുവിന്റെ മുൻപിൽ ദൈവമില്ല പെരുവെള്ളങ്ങളിലൂടെ പാലൊഴുകി തന്റെ എത്തിക്കുവാനിടയായെങ്കിൽ ഇന്ന് പകല് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതല് മുമ്പിൽ കടന്നു വരുന്ന പെരുവെള്ളങ്ങളുടെ നടുവിൽ അവനെ പാലയിടുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ ബഹുമാനപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. സ്തോത്രം. അവരെ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ എത്തിച്ചിട്ട് ഫറവോനും സൈന്യവും പെരുവെള്ളത്തിൽ ഈയം പോലെ താഴ്ന്നു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. Praise the Lord. അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം അവൻ താറുമാറാക്കി. Praise the Lord. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ, നീതിമാൻ പ്രതിക്രിയ കണ്ടാൽ ഒന്നിക്കും. ഹല്ലേലൂയ, തകർക്കുമെന്ന് പറഞ്ഞ ശത്രുവിനെ ആമേൻ ദൈവം തകർത്ത് കളയുവാൻ ഇടയായെങ്കിൽ ഒടിച്ചു കളയുവാൻ ഹല്ലേലൂയ അധികാരത്തോടെ കടന്നു വന്നവനെ ഹല്ലേലൂയ പെരുവെള്ളത്തിൽ അവന്റെ രഥചക്രങ്ങളുടെ ഓട്ടം താറുമാറാക്കി ആമേൻ അവനെ തകർത്ത് കളഞ്ഞ് തന്റെ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുകയെങ്കിൽ എന്ന് പറഞ്ഞ് വിളിച്ചിറങ്ങിയ ദൈവം വിശ്വസ്തനാണ്. അവൻ മാറുന്ന ദൈവമല്ല, അവൻ മാറാത്ത ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ മാറാത്ത ദൈവമാണ്. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുന്നു? മുടിഞ്ഞു പോകാതിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവം ആരാണെന്ന് ഇത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഈ ദൈവം മാറാത്ത ദൈവമാണ്, മാറാത്ത ദൈവം, മാറാത്ത ദൈവമാണ്. Praise the Lord. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാമത്തെ അധ്യായത്തിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നീ പറയുന്ന എബ്രായ ബാലന്മാരെ നെബൂഖദ്നേസർ രാജാവ് എരിയുന്ന തീച്ചൂളയിൽ വലിച്ചെറിഞ്ഞു. Praise the Lord. Praise the Lord. സ്തോത്രം. ശ്രദ്ധിക്കണേ, ആ ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 3 വിധ പോരാട്ടം നമുക്ക് ആ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ദൈവ പൈതലിനോടുള്ള 3 വിധ പോരാട്ടം. ഒന്നാമത്തെ പോരാട്ടം ജീവിത വിശുദ്ധിക്ക് നേരെയുള്ള പോരാട്ടമാണ്. ജീവിത വിശുദ്ധിക്ക് നേരെ 6-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ജീവിത വിശുദ്ധിക്ക് നേരെയുള്ള പോരാട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരുടെ
പേര് മാറ്റി അല്ലേ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ സ്തോത്രം എന്ന പേര് കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പേര് മാറ്റി ബെൽതെശസ്സർ എന്ന് ഇട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇവരുടെ മുൻപുള്ള പേരുകൾ എന്തായിരുന്നു? മിശായേൽ, അസര്യാവ്, ഹനന്യാവ്, ദാനിയേൽ. അല്ലേ? പേര് മനസ്സിലായോ? സ്തോത്രം. നോക്കി ആ പേര്, രണ്ട് പേരുകൾ യാഹ എന്ന ശബ്ദത്തിൽ, രണ്ട് പേരുകൾ ഏൽ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നു. രണ്ടും ദൈവത്തിൻ്റെ സംഘടിതമായ നാമങ്ങളാണ്. ഏൽ, ആനിയേൽ, മിശായേൽ, ഹനന്യാവ്, അസര്യാവ്. യാഹ എന്ന ശബ്ദത്തിൽ അവസാനം രണ്ട് പേരുകൾ. കേട്ടോ? ഇവരുടെ പേരുകൾ അവരുടെ ദൈവവുമായി ബന്ധപ്പെടുന്ന ചില പേരുകളാണ്. ആദ്യമേ ഇത് ചെയ്തു, പേര് മാറ്റി. പ്രൈസലോ. സ്തോത്രം. ശ്രദ്ധിക്കണേ, ദാനിയേലിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസലോ. ദാനിയേൽ എന്ന് പറഞ്ഞാൽ പ്രൈസലോ. ഹല്ലേലൂയ. ലോകം പേര് മാറ്റിയെങ്കിലും ആ പേരിലല്ല പറഞ്ഞത്. അവൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ദാനിയേൽ എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ പേര് മാറ്റി, ആഹാര സംവിധാനങ്ങൾ മാറ്റി, ജീവിത വിശുദ്ധിക്കെതിരെ പോരാട്ടം പിശാച് അടിച്ചു വിട്ടിട്ട് അവൻ ലോകമയത്വത്തിൽ ഒരു തലമുറയെ തളയ്ക്കാനായിട്ട് പിശാച് പരിശ്രമിക്കുമ്പോൾ ഇന്ന് പകലില് ഹല്ലേലൂയ എന്റെ വാത്സല്യ സഹോദരങ്ങളോട്, ആമേൻ ആമേൻ, നമ്മുടെ യുവതലമുറയോട് ഇന്ന് പകലിലേക്ക് പറയാനായിട്ടുള്ളത് ഹല്ലേലൂയ. അവൻ ലോകം നിങ്ങളെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ തളയ്ക്കാൻ പരിശ്രമിക്കുമ്പോൾ സ്തോത്രം. അവരുടെ പുരോഹിതന്മാരും അവരുടെ മാതാപിതാക്കളുമൊക്കെ ബാല്യത്തിൽ തന്നെ ദൈവവചനം എന്ത് ചെയ്തു? അഭ്യസിപ്പിച്ചു. അതുകൊണ്ട് സ്തോത്രം, പ്രലോഭനങ്ങൾ വന്നപ്പോൾ മനസ്സിലാക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം യാതൊരു പ്രയാസവും നേരിട്ടില്ല. സ്തോത്രം. ശരിയാണോ തെറ്റാണോ ഇത് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ആമേൻ. കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് സ്തോത്രം ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? യൗവനക്കാർ എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകലിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് മാതാപിതാക്കളോട്, പ്രിയ കുഞ്ഞുങ്ങളോട് ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, ആമേൻ. സ്തോത്രം. ലോകം നിങ്ങളുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന കാര്യങ്ങളുടെ മുൻപിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന്, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആമേൻ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തു കയറണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുഞ്ഞുങ്ങൾ പ്രാപിക്കുവാനിടയാകണം. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ സകല സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? അവൻ വഴി നടത്തുന്നത്, നമ്മളെ ഉപദേശിച്ച് നടത്തുന്നത്. അതേ പരിശുദ്ധാത്മാവാ. കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, മാതാപിതാക്കന്മാർ എന്തും നിങ്ങളുടെ കൂടെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. അവർക്ക് എന്തും നിങ്ങളുടെ കൂടെ വരാൻ കഴിയുകയില്ല. അതേ നിങ്ങൾ പോകുന്ന കലാലയത്തിൽ, നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ നേതൃത്വം
ഹല്ലേലൂയ. ഈ ബാലന്മാർക്ക് വേണേൽ ചിന്തിക്കാം, രാജാവ് കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും രാജാവ് കഴിക്കുന്ന ഭോജനത്തിൽ നമ്മൾ കഴിക്കാനായിട്ട് കുടിക്കാനും കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തങ്ങളെ പോലെ അടിമകളായി വന്ന അനേക എബ്രായ ബാലന്മാര് സ്തോത്രം ആഹാരത്തിൽ വകയില്ലാതെ അടിമകളെ പോലെ അവൻ കഷ്ടപ്പെടുമ്പോൾ ഇത് ദൈവം തന്ന അവസരമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇത് ചെയ്യാം, കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സ്തോത്രം. പക്ഷേ അതിനകത്ത് ഒരപകടം മറഞ്ഞിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട ഒരു ജനതയാണ്. ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. ഹല്ലേലൂയ. ഞങ്ങൾ വേർതിരിയപ്പെട്ടവരാണ്. ഇന്ന് പകലിൽ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിലെത്തപ്പെട്ടാലും ആമേൻ, കർത്താവിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ ഉന്നതമായ നിലവാരങ്ങളിൽ ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ ഇടയായിട്ട് തീരും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ശക്തരായി ആമേൻ നിലനിൽക്കേണ്ടവരാണ് നിങ്ങൾ. എന്നാൽ ഇത് പകലിൽ പറയുമ്പോൾ എവിടെ ദൈവം നിങ്ങളെ ആക്കിയാലും ആമേൻ ദൈവ സന്നിധി വിട്ടുപോകുന്ന, ദൈവകൃപ വിട്ടുപോകുന്ന ആമേൻ യാതൊരു കാര്യങ്ങളിലും ആമേൻ അകപ്പെട്ടു പോകാതെ വിട്ടുപോകാതിരിക്കണമെങ്കിൽ ആമേൻ ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു തലമുറയായി ആമേൻ ഞാൻ നിങ്ങളെ തീരണം. മാതാപിതാക്കന്മാരെ, ഈ പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ തലമുറയ്ക്ക് വേണ്ടി കരയാൻ ആമേൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ തലമുറ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒന്നാമത്തെ പോരാട്ടം വിശുദ്ധിക്ക് നേരെയുള്ള പോരാട്ടം. രണ്ടാമത്തെ പോരാട്ടം ആരാധനയ്ക്ക് നേരെയാണ്. ഇവര് യാതൊരു വിഗ്രഹങ്ങളെയും ആരാധിക്കത്തില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഇപ്പോൾ ചൊല്ലുകൊണ്ടൊരു ബിംബത്തെ ഉണ്ടാക്കി നിർത്തിയിട്ട് പറയുക, എന്ത് ചെയ്തു? വീണ് നമസ്കരിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് നേരെയാ. സ്തോത്രം. ദൈവമൈതലേ, ഏത് സാഹചര്യത്തിലാണെങ്കിലും സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒരു മടിയിടരുത്, കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ ദൈവം തരുന്ന അവസരങ്ങളിൽ, അത് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടായ്മയിലാണെങ്കിലും സഭാരാധനയിലാണെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലാണെങ്കിലും ദൈവത്തെ ആരാധിക്കാനായിട്ട് ലഭിക്കുന്ന അവസരം എന്ത് ചെയ്യണം? ദൈവത്തെ നമ്മൾ ആരാധിക്കുവാനാണ്. പരിസരം നോക്കരുത്, മറ്റാരെയും നോക്കരുത്. ദൈവത്തെ എന്ത് ചെയ്യണം? നമ്മൾ ആരാധിക്കണം. മൂന്നാമത്തെ പോരാട്ടം പ്രാർത്ഥനയ്ക്കെതിരെയാണ്. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ടുകളയും. ഇതാ തീർത്ഥം. പക്ഷേ ദാനിയേൽ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രാജാവ് തീർപ്പെഴുതിയാലും ഹല്ലേലൂയ എനിക്കൊരു പതിവുണ്ട്. ആ പതിവിനെന്തോ ഇല്ല, മാറ്റം വരത്തില്ല. ആമേൻ. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പതിവ് പോലെ അവൻ എന്ത് ചെയ്തു? തന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തി അവൻ പ്രാർത്ഥിച്ചതാണ് എഴുതിയിരിക്കുന്നത്. എഴുതിയത് കേട്ടപ്പോഴല്ല പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. മാതാക്കളെ, സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്. പ്രിയമ്മമാരെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, തലമുറയ്ക്ക് വേണ്ടി ഇടിവിടുന്നോണ്ട് കരയാൻ, ഹല്ലേലൂയ, അതെ, പ്രാർത്ഥിക്കുവാനായിട്ട് പ്രൈസ് ദി ലോർഡ് കഴിയുമെങ്കിൽ തലമുറ ഒരിടത്തും പരാജയപ്പെട്ടു പോവുകയില്ല. ആരുടെയും മുമ്പിൽ അവർ തലകുനിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. തലമുറ വിശ്വസ്തരായിട്ട് ആമേൻ അവർ നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, ശദ്രക മേശകിലേക്ക് ആരെ തീരുടെ അടിയിലേക്ക് അവൻ കേട്ടപ്പെട്ടവനായി വലിച്ചെറിഞ്ഞുവെങ്കിൽ ഇതാ നോക്കുമ്പോൾ രാജാവ് കാഴ്ച ആരെ നാലാമതിന് അവൻ അതിന്റെ അടിയിൽ ഉയരുകയാണ്. രാജാവ് ഭയപ്പെട്ടു ചോദിച്ചു, രൂപം
പുത്രന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുന്നു? ഒഴിഞ്ഞു പോകാതിരിക്കുന്നു. യശയ്യാപ്രവചനത്തിന്റെ 49 അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാമോ? 49-ന്റെ 14-15. സിയോനോ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. സിയോൻ പറയുകയാണ്, യഹോവ എന്നെ ഉപേക്ഷിച്ചു, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ എന്ത് ചെയ്തു? മറന്നു. സിയോൻ പറയുക, കർത്താവ് എന്നെ മറന്നു, യഹോവ എന്നെ ഉപേക്ഷിച്ചു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? അവർ നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ എതിരുകയില്ല, മറക്കുകയില്ല. ഇത്തരം ആശ്വാസമല്ല, ഇത്തരം ധൈര്യം നമുക്കെല്ലാം വേണ്ടത്. സ്തോത്രം, സ്തോത്രം. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ എതിരുകയില്ല, മറക്കുകയില്ല. സ്തോത്രം. നമ്മൾ ആദ്യം ചിന്തിച്ചു, ഈ ദൈവം മാറാത്ത ദൈവമാണ്. ഇവിടെ വചനം പറയുന്നു, ഈ ദൈവം മറക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ. സിയോൻ പറയുന്നു, യഹോവ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ആമേൻ. ദൈവം എന്നെ എതിരിയിരിക്കുന്നു, മറന്നു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പീഡയുടെ നടുവിൽ, ഉപദ്രവത്തിന്റെ നടുവിൽ, ശത്രുവിന്റെ ആരാധനയുടെ മുമ്പിൽ, ആമേൻ, ഇസ്രായേൽ പറഞ്ഞു, ദൈവം നിങ്ങളെ മറന്നു കളഞ്ഞു, യഹോവ നിങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു, അവന്റെ മുഖം മറച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ, അവൻ ദൈവം ഇസ്രായേൽ പറയുകയാണ്, ഒരു സ്ത്രീകൾ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഒരു ചോദ്യം ചിഹ്നമാ. ഹല്ലേലൂയ. മറക്കുമോ? ഹല്ലേലൂയ. മറക്കാൻ സാധ്യതയുള്ള ലോകത്തിലാണ്, അല്ലെങ്കിൽ മറക്കുന്ന ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പറയും, പ്രസവിച്ച സ്ത്രീ കുഞ്ഞിനെ മറക്കയില്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അമ്മത്തൊട്ടിലുകളുടെ എണ്ണം ഉണ്ടാകുന്നു, തിരുകുന്നു? മറക്കോ? മറക്കും. ഉപേക്ഷിക്കോ? ഉപേക്ഷിക്കും. എന്നാൽ വചനം പറയുന്നു, അവർ മറന്നാലും, നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യുകയില്ല, മറക്കത്തില്ല. ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. സ്തോത്രം എന്ന് പറയുകയാണ്, എന്റെ ഉള്ളങ്കരത്തിൽ നിന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, വരച്ചിരിക്കുന്നു. ഉള്ളങ്കരത്തിന് ഞാൻ നിന്നെ വരച്ചിരിക്കുകയാ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ഉള്ളങ്കരത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് വര കാണാൻ പറ്റും. ഹല്ലേലൂയ. ആ വരയെ മായിച്ചു കളയുവാനായിട്ട് ആമേൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ തമ്പുരാൻ പറയുകയാണ്, ആമേൻ, നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ എവിടെ വരച്ചിരിക്കുന്നത്? എന്റെ ഉള്ളങ്കയിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു വലിക്കുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ഇത് നീ ധൈര്യത്തോടായിട്ട് ആമേൻ മറക്കത്തില്ലെന്ന് നീ കരുതിയവരും മറന്നപ്പോൾ അവൻ ദാവീദിനെ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും എന്നെ ചേർന്നുകൊള്ളുമെന്ന് പറയുവാനായിരുന്നു. ഇത് പറഞ്ഞ് ജനങ്ങളുടെ അപ്പനും അമ്മയും മറന്നുപോയോ? കൂടെ നിന്നവരുടെ കൂടപ്പറമ്പുകൾ മറന്നുപോയോ? ഇത് പറഞ്ഞ് വചനം പറയുന്നു, സ്ത്രീകൾ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ എതിരുകയില്ല, ഞാൻ മറക്കുകയില്ല. ഞാൻ എന്ത് ചെയ്യില്ല, മറക്കത്തില്ല. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. ആമേൻ. 40-ാം അധ്യായം 23-ാം വാക്യത്തിൽ, 40-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞ വായിക്കുന്നു. സംഭവം നമുക്കറിയാം. ആമേൻ. തടവറയിൽ, കാരാഗൃഹത്തിൽ ജോസഫ് അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ രാജാവിന്റെ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയും
അപ്പക്കാരുടെ പ്രമാണിയും അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ജോസഫ് നോക്കുമ്പോൾ അവരുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ ജോസഫ് ചോദിച്ചു, എന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഓരോ സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ജോസഫ് അർത്ഥം പറഞ്ഞു. പണ്ടത്തെ പ്രമാണിയോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, 3 ദിവസത്തിനകം രാജാവിനെ ഒരു സ്തോത്രം. അപ്പോൾ താരമാത്രവാഹന്മാർ പ്രമാണിയോട് പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ രാജാവ് നിന്നെ കടാക്ഷിക്കും, നിന്നെ വീട്ടിൽ ജോലിക്ക് വേണ്ടി ആക്കും. പ്രൈസ് ദി ലോർഡ്, നീ രാജാവിൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. പ്രൈസ് ദി ലോർഡ് എന്നിട്ട് പറഞ്ഞു, അപ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തേക്കണം, എൻ്റെ കാര്യം കൂടെ രാജാവിനോട് എന്ത് ചെയ്തേക്കണം, ഒന്ന് ഓർപ്പിച്ചേക്കണം, ഒന്ന് പറഞ്ഞേക്കണം എന്നാ പറഞ്ഞത്. പിന്നെ സ്തോത്രം. പക്ഷേ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു, യോസഫിനെ മറന്നുപോയി ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാ ചെയ്യോ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കൂടെ കിടന്ന് കാരാഗൃഹത്തിൽ കൂടെ കിടന്ന് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് പറഞ്ഞു വിട്ടവൻ ലക്ഷ്യസ്ഥാനം ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചവൻ എന്ത് ചെയ്തു, മറന്നുപോയി. അല്ലേ? നമ്മളാണെങ്കിലോ സ്തോത്രം, എനിക്ക് അന്നേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചവരും ദൂത് പറഞ്ഞവരും സ്തോത്രം നമ്മുടെ ശുശ്രൂഷ അനുഭവിച്ചവരും ഒക്കെ മറന്നു പോകുമ്പോൾ അല്പമല്ലാത്ത വേദന, ഭാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും അവന് വേദനയുണ്ടായില്ല. അവന്റെ ദൈവം ആരാണെന്ന് യോസഫിനൊരു നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ കുറിച്ച് ഒരു പരാതിയും പറഞ്ഞില്ല. സ്തോത്രം. ഒരു പരിഭവവും പറഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സമയത്തിന് വേണ്ടി എന്ത് ചെയ്തു, യോസഫ് കാത്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഒരു സുപ്രഭാതത്തില് ആമേൻ അതേ ആ കാരാഗൃഹത്തിന്റെ വാതില് ആമേൻ യോസഫിന്റെ മുമ്പില് തുറക്കുവാനിടയായി. ആമേൻ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ അടച്ചിട്ടതായ ആ കാരാഗൃഹത്തിന്റെ വാതില് യോസഫിന് വേണ്ടി ആമേൻ തുറക്കുവാനിടയായെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതല് ആരിനെ മറന്നുപോയാലും ആമേൻ ഓർക്കാമെന്ന് പറഞ്ഞവരും ആമേൻ സഹായിക്കാമെന്ന് പറഞ്ഞവരുമൊക്കെ ഹല്ലേലൂയ മാറിപ്പോകുമ്പോൾ, അവർ മറന്നു പോകുമ്പോൾ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയട്ടെ. ഹല്ലേലൂയ. പരാതി പറയരുത്, പരിഭവം പറയരുത്, നിരാശയുടെ വാക്കുകൾ പറയരുത്, നിരാശയുടെ വാക്കുമാരും നിന്റെ മോളിൽ നിന്ന് വരരുത്. ദൈവസഭയിൽ ക്ഷമയോടെ നീ കാത്തിരിക്കുമെങ്കിൽ ഇത് പകൽ പറയട്ടെ. ആമേൻ. യോസഫിനെ ദൈവം ഓർത്തു എങ്കിൽ ഇത് പകൽക്കാൽ നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്. നമ്മെ മറന്നുകളയാത്ത, നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ആരാധിക്കുന്നു നമ്മുടെ ദൈവം. അവൻ മാറാത്ത ദൈവം മാത്രമല്ല, അവൻ മറക്കാത്ത ദൈവമാണ്. ഈ പകൽക്കാലം കർത്താവിനെ സ്തുതിക്കട്ടെ. വളരെ പെട്ടെന്ന് എന്റെ വാക്കുകൾക്ക് ഇന്ന് പകല് വിരാമം വിടാനായിട്ട് ഞങ്ങളെ തട്ടിപ്പെടുകയാണ്. അവൻ മാറാത്ത ദൈവം, അവൻ മറക്കാത്ത ദൈവമാണ്. അപ്പനും അമ്മയും മറക്കും, കൂടപ്പറപ്പുകൾ മറക്കും, ഒരേ പായിൽ ആരാധിച്ച സകല വിശ്വാസി മറക്കും, നേതൃത്വങ്ങൾ മറന്നുപോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതിനെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പറയുന്നു, ആമേൻ, രാമതന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല, ഞാൻ മറക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ കാലം എത്ര പേർക്ക് ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 84 ഒരു വാക്കുകൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകതയാണ്. 84 സംഗീതം അതിന്റെ 11 വാക്കുകൂടെ വായിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയും ആകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവന് തിരിയത്തില്ല, മുടക്കുകയില്ല. മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം,
ഒരു നന്മയും മുടക്കാത്ത ദൈവം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. വചനം പറയുകയാണ്, യഹോവയായ ദൈവം സൂര്യനും പരിചയവുമാണ്. ഹല്ലേലൂയ. കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും നീതിയില്ല. ആമേൻ. അവൻ മുടക്കുന്ന ദൈവമല്ല, നന്മ മുടക്കാത്ത ദൈവം. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതല് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം നേരോടെ നടക്കുന്നവന് അവൻ യാതൊരു നന്മയും ദൈവം ചെയ്യുകയില്ല. എന്റെ ദൈവം മുടക്കിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തില് പ്രൈസ് ദി ലോർഡ് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവരുമായ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആരാ പറയുന്നത്? ആമേൻ. ദാവീദിന്റെ താക്കോലുള്ളവനാ പറയുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ പറയുകയാണ്, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ഹല്ലേലൂയ. കാരണം താക്കോൽ അവന്റെ കയ്യിലാണ്. ഇന്ന് മകനെ തങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. താക്കോൽ കയ്യിലുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ അവൻ യോഹന്നാനോട് പറയുകയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. ആമേൻ. ദാവീദിന്റെ താക്കോലുള്ളവനാണ് ഞാൻ. ഞാൻ പറയുന്നത്, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്, അതാർക്കും അടച്ചുകൂടാ. എത്ര പേർക്ക് ദൈവത്തെ ഇന്ന് മകനിൽ സന്തോഷത്തോടെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചാൽ തന്നെ മുടക്കാത്ത ദൈവം നേരാണ് നടക്കുന്നവർക്ക്. ഒരു നന്മയും മുടക്കാത്ത ദൈവം ആമേൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചാൽ ആമേൻ വചനം പറയുകയാണ്, അതാർക്കും ദൈവം കഴിയുകയില്ല, അടയ്ക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആരാ ഉപരോധം ഏർപ്പെടുത്തുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആർക്കും ഉപരോധം ഏർപ്പെടുത്താൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, ആർക്കാ നന്മ മുടക്കാത്തത്? നേരോടെ നടക്കുന്നവർക്ക്, നേരോടെ ജീവിക്കുന്നവർക്ക്. പ്രൈസ് ദി ലോർഡ്. നേരോടെ നിൽക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യത്തില്ല? ഒരു നന്മയും ദൈവം മുടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം മുടക്കത്തില്ല, പിശാചിനാണ് മുടക്കാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ മനസ്സിലാക്കിക്കൊള്ളണം, പിശാചിന് നിന്നെ ഒരു നന്മയും തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് ഹല്ലേലൂയ പിശാച് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. സ്തോത്രം. നീ അവനെ ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ എനിക്ക് അവനെ തൊടാൻ കഴിയുന്നില്ല. നീ എന്റെ ദാസനായ യോബിനെ ദൃഷ്ടി വെച്ചോ എന്ന് ചോദിച്ചപ്പോൾ പിശാച് പറയുകയാണ്, നീ അവനെ ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവനെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് പൗരനെ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. പിശാച് പറഞ്ഞത്, ആമേൻ, ഈ യോബിനെ ചുറ്റും ദൈവം വേലി കെട്ടിയത് കൊണ്ട് യോബ് ഭക്തനായിട്ട് ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, അല്ല, അവൻ ഭക്തനായതുകൊണ്ട് ഞാൻ അവനെ ചുറ്റും വേലി കെട്ടിയതാ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതല്, പ്രമാണത്തിന് നിലനിൽക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ വേലിയുണ്ട്. അവൻ വേലി കെട്ടിയതുകൊണ്ട് ഭക്തനായിരിക്കരുത്. അവൻ ഭക്തനാണെങ്കിൽ ദൈവത്തിന്റെ വേലി അവന്റെ ഭവനത്തിൽ ഉണ്ടാകും, തലമുറയിൽ ഉണ്ടാകും. അവൻ എല്ലാത്തിലും ദൈവത്തിന്റെ വേലി ഉണ്ടായിരിക്കും.
നമുക്ക് ദൈവസന്നിധി കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. എൻ്റെ വാക്കുകളെ പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. 4 ദിവസമല്ല, 40 ദിവസമല്ല, 4 മാസമല്ല, 4 വർഷമല്ല, ജീവപര്യന്തം. നിന്റെ പ്രാണൻ നിന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുന്നത് വരെ, യോദ്ധശാസ്ത്രം ഒഴിക്കുന്നത് വരെ ഈ ദൈവം വഴി നടത്തും. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവം മാറാത്ത ദൈവമാണ്. ഇവൻ മറക്കാത്ത ദൈവമാണ്. ഇവൻ നന്മ മുടക്കാത്ത ദൈവമാണ്. പല കാര്യങ്ങൾ ഓർപ്പിക്കുവാനുണ്ടെങ്കിൽ ഇന്ന് തൊഴിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സഹിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. എല്ലാവരും ഇന്നത്തെ നിമിഷം വചനത്തിന് മുൻപാകെ എത്തിച്ചു കൊടുത്തു. ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് അറിഞ്ഞ് ആരാധിക്കുന്നത്. പരിശുദ്ധ മുമ്പിൽ എല്ലാവരും ഓടി അകലുമ്പോൾ, എല്ലാവരും അകന്നു നിൽക്കുമ്പോൾ, മാറി നിൽക്കുമ്പോൾ മാറാത്ത ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ്. ധന്യരാണ്. ഇന്ന് പകലിൽ നമ്മുടെ ദൈവസന്നിധി നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നുകളാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. മറക്കാത്ത ദൈവമാണ്. നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയെ മുടക്കുന്ന ദൈവമല്ല, നന്മ മുടക്കാത്ത ദൈവമാണ്. ഇന്ന് പകൽ ഈ ദൈവത്തെ ഇന്ന് പകൽ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ്. എത്രയോ ശ്രേഷ്ഠരാണ്, എത്രയോ ധന്യരാണ്. പകൽ നമ്മുടെ ദൈവസന്നിധി നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ പകലിൽ കർത്താവേ, അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നല്ല സമർപ്പണയായി സ്തോത്രം. ഞങ്ങളുടെ പകലിൽ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ നല്ല അനുഗ്രഹീതമായ ആലോചനയുണ്ട്. ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുകയില്ല. ഇന്ന് ഏറ്റെടുത്ത് കർത്താവേ, ഞങ്ങളുടെ ജീവിതം അതിനനുസരിച്ച് രൂപപ്പെടേണ്ടത്, മാറ്റപ്പെടേണ്ടത് ഞങ്ങളുടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രത്യേകാലം പകലിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ഈ പരിമിതമായ സൗകര്യത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുപാട് കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരെ ദൈവം ബലപ്പെടുത്തണമേ, സൗഖ്യം ദൈവം അയക്കണമേ, സമാധാനം അയക്കണമേ, ഉറപ്പും ധൈര്യം ദൈവയുടെ ജീവിതത്തിൽ നൽകണമേ. കർത്താവേ, ഈ കോവിഡിന്റെ കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെയുള്ളതായി ദൈവം സൂക്ഷിക്കണമേ. ആർക്കും ശത്രു ദോഷം ചെയ്യുവാൻ ദൈവം അനുവദിക്കരുത് എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ താഴ്ത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത സ്വരങ്ങൾ കൊടുക്കുന്നു. പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കേട്ടതോട് നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.